ഹായ് ഹലോ. അപ്പോൾ ഇത് ചെറിയൊരു വ്ളോഗ് എടുക്കാൻ കരുതി. എണീക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിലും നമ്മൾ രാവിലെയാണെന്നാണല്ലോ പറയേണ്ടത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇനി എന്താണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാമെന്നാണ്. എനിക്കല്ല, ഇസൂന്. പക്ഷേ ആശാന് ഓനോട് എനിക്ക് ഹെൽപ്പിന് വേണ്ടി ഒരു എഗ്ഗ് എടുത്ത് തരാൻ വേണ്ടി പറഞ്ഞതാണ്. എഗ്ഗ് എടുക്കുന്ന ഇടയ്ക്ക് എൻ്റെ ഭംഗിയൊക്കെ നോക്കി ഒരെണ്ണം എന്താണ് താഴോട്ട് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ സാധാരണയാണ്, ഓൻ എഗ്ഗ് തൊട്ടാൽ അത് താഴെ വീഴും, പൊട്ടും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടികളല്ലേ, സ്വാഭാവികം. നമ്മൾ കുറേ പൊട്ടിച്ചിട്ടില്ല, പക്ഷേ നമ്മളടുത്തുനിന്ന് കുറേ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചീത്ത ഒന്നും പറയുന്നില്ല. രാവിലെ നീറ്റിട്ട് ആശാൻ ഇവിടെ നിന്ന് തിരിയണമെന്ന് വെച്ചാൽ ലെമൺ ജ്യൂസ് ഉണ്ടാക്കണ്ടോ എനിക്ക്. അപ്പോൾ ലെമണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ലെമൺ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ കുറച്ച് സൂപ്പ് ഇരിപ്പുണ്ട്. അപ്പോൾ അത് കാലി അല്ലാത്തത് കൊണ്ട് നിന്ന് തിരിയാണെങ്കിൽ ഇത് പാത്രം ഒഴിച്ചിടുമോ, എനിക്ക് ലെമൺ ജ്യൂസ് ഉണ്ടാക്കണം, എനിക്ക് ലെമൺ വേണം. രാവിലെ തന്നെ ആശാనికి ലെമണാ. അത് പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ളൊരു മൂടാണെങ്കിൽ ലെമൺ ജ്യൂസ് രാവിലെ തന്നെ എണീറ്റ് വരുമ്പോൾ തന്നെ എനിക്ക് ജ്യൂസ് ഉണ്ടാക്കി തരുമോ കണ്ട്. വേറെ ജ്യൂസ് ഒന്നുമല്ല, ലെമൺ ഓൺലി. ലെമണും വാട്ടർമെലണും മാത്രമേ കഴിക്കുകയുള്ളൂ. എഗ്ഗിൽ സാധാരണ ആശാൻ അത്ര താല്പര്യ കക്ഷിയല്ല, പക്ഷേ സ്ക്രാമ്പിൾ ചെയ്ത് കഴിക്കാറുണ്ട്. എഗ്ഗ് ബോയിൽ ചെയ്താൽ കഷ്ടപ്പെട്ടിട്ടാണ് കൊടുക്കാറ്. അടുപ്പിച്ച് കൊടുത്താലൊന്നും ആശാൻ കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇന്ന് കഴിക്കുമെന്ന് അറിയില്ല, കാരണം ഇപ്പോൾ 2 ദിവസമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കഴിക്കാൻ കുറച്ച് സാധ്യത കുറവ് കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് സോപ്പും കൂടി എടുത്ത് ചൂടാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എഗ്ഗ് കഴിച്ചില്ലെങ്കിൽ സൂപ്പ് കൊടുക്കാമെന്ന് കരുതി. ഇത് രണ്ടും കഴിക്കുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം രാവിലെ തന്നെ ഒരു മൂഡിനനുസരിച്ചേക്കും ഇവർ കഴിക്കൽ. ചിലപ്പോൾ നമ്മൾ വാരി കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ വാരി കൊടുത്താലും കഴിക്കില്ല. എന്തായാലും ലെമൺ ഉണ്ടാക്കുന്ന പ്രോസസ്സ് നടക്കാത്തതുകൊണ്ട് ആശാൻ ഇവിടെയുള്ള എക്യുപ്മെൻ്റൊക്കെ വാച്ച് ചെയ്ത് നിരീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എന്തായാലും പഠിക്കട്ടെ, ഉപകാരമാവുമല്ലോ, ആവശ്യം വരും. ഞാൻ പറയും ഒക്കെ നോക്കി പഠിച്ചോ, എനിക്ക് വലുതാവുമ്പോൾ ഒക്കെ ചെയ്തെന്നുകൊണ്ട് എന്ന് പറയും. എന്തായാലും ഓനെ അടുക്കളയിൽ ഞാൻ പഠിപ്പിക്കലില്ല. കുറേ സംശയങ്ങളും കുറേ ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അതെന്താ, ഇതെന്താ, അതങ്ങനെ, അതിങ്ങനെ. പിന്നെ അവൻ കയറി കഴിഞ്ഞാൽ നമ്മുടെ ടൈം കൂടെ ഉള്ളൂ, നമ്മളെ പണി കൂടെ ഉള്ളൂ. പക്ഷെ എന്നാലും ഞാൻ അടുക്കളയിൽ തന്നെ മാറ്റാറില്ല. കാരണം അവർക്കൊരു തോട്ട് വരരുതല്ലോ, കിച്ചൺ എന്താ ഗേൾസിന് മാത്രമുള്ളതാണെന്നും നമുക്ക് കാണാൻ പറ്റാത്ത സ്ഥലമാണെന്നും വരരുതല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഒക്കെ പഠിക്കണം, നിലനിൽപ്പ് നമുക്കെല്ലാം ആവശ്യമാണ്. പിന്നെ നമുക്ക് വയ്യാണ്ടായൊക്കെ നീ മാത്രമേ ഉള്ളൂ സഹായിച്ചു തരാൻ. അപ്പോൾ നീ സഹായിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ സഹായിക്കേണ്ടി. പിന്നെ ഇപ്പോൾ ഞാൻ ചെറുതാണ്, ഞാൻ വലുതായിട്ട് സഹായിക്കേണ്ടിട്ട് അറിയും. എപ്പോഴേക്കും ഞാൻ വെറുതെ പറയും, എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് തന്നോളൂ, ഞാൻ ഒറ്റയ്ക്കല്ല ഇവിടെ ഉള്ളത്. ഞാൻ പപ്പനെ വിളിക്കും, പപ്പ ഹെൽപ്പ് ചെയ്ത് തന്നോളും. പപ്പ ബിഗല്ലേ, അപ്പോൾ പപ്പ ഹെൽപ്പ് ചെയ്ത് തന്നോളും. എന്തായാലും ആശാൻ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തും പിന്നെ ചൂടാക്കി സൂപ്പും കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ കുറച്ച് ബിരിയാണി ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ അത് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ വാരി കൊടുക്കണം. ഇതുവരെ രണ്ടും കഴിക്കാത്തതുകൊണ്ട് എന്തായാലും വാരി കൊടുക്കാമെന്ന് കരുതി. ഇനി വാരി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അതും കഴിക്കലുണ്ടാവില്ല. പിന്നെ ഇവന് എപ്പോൾ ഞാൻ കണ്ടാലും ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, നിൽക്കുന്നുണ്ടെങ്കിൽ ചാടി കയറി എൻ്റെ മേലെ കയറലാണ്. എപ്പോൾ വന്നാലും ഇനി എപ്പോഴാണ് അവൻ്റെ കഴുത്ത് ഒടിഞ്ഞു പോവല്. അതിനിടയ്ക്ക് ആശാനെ വീഡിയോ ഒക്കെ എൻ്റെ മേലേക്ക്, വേറെ ആരും ഇല്ലല്ലോ, ഞാനും അവന് മാത്രമേ ഉള്ളൂ, വീഡിയോ ഒക്കെ എൻ്റെ മേലേക്ക് തിരിച്ചിട്ട് എന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ആദ്യത്തെ തവണ എന്നെ ഷൂട്ട് ചെയ്ത് ഞാൻ പ്രോത്സാഹിപ്പിച്ച സമയത്ത് വീണ്ടും അതെന്നെ റിപ്പീറ്റ് ചെയ്യണം ആശാൻ ഉദ്ദേശം. വീണ്ടും ക്യാമറ എൻ്റെ ഭാഗത്തേക്ക് തിരിച്ചിട്ട് എന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ എന്തായാലും എനിക്ക് ക്യാമറമാൻ ഇല്ല, നീ ആയിരിക്കും എന്തായാലും എൻ്റെ ക്യാമറമാൻ. എന്നോട് ആരതാക്കാൻ പറഞ്ഞത്. വീണ്ടും ഞാൻ ഓഫാക്കിയ ഫോൺ എടുത്തിട്ട് ക്യാമറ ഒക്കെ ഓണാക്കി വീഡിയോ എന്നെ റെക്കോർഡ് ചെയ്യാൻ ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. ഇതൊക്കെ എടുക്കുന്നത് ഇതിലിപ്പോൾ വന്ന കുറേ ക്ലിപ്സുകളൊക്കെ ഓൻ്റെ വകയാണ്. ഓനാണ് പൊസിഷനൊക്കെ മാറ്റി എനിക്ക് നല്ല നല്ല എന്താ പറയുക വ്യത്യസ്ത പൊസിഷനിൽ വീഡിയോ കിട്ടുന്നുണ്ട്. എന്തായാലും ഓൻ കാരണം. ഞാൻ പറഞ്ഞ എന്തായാലും എനിക്ക് നല്ലൊരു ക്യാമറമാൻ എനിക്ക് കിട്ടിയിട്ടുള്ളത്, താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടാൽ കരുതും കുറേ വർഷത്തെ പഴക്കമുള്ള അടുപ്പാണ്. നോ, ഇത് റീസെൻ്റ്ലി നമ്മൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഭയങ്കര അടുപ്പാണ്. ഇതിൻ്റെ മേലൊരു പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ടായിരുന്നു, ബ്ലൂ കളർ. ഞാൻ എന്തായാലും അത് ഓൾറെഡി അതിന്മേൽ ഉള്ളതാണെന്ന് എഴുതിയിട്ട് പറിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എന്തായാലും അതിന്മേൽ കൊട്ടി പിടിച്ച് ആകെ നാശകോശമായിട്ടുണ്ട് അടുപ്പ്. ഒട്ടി പിടിച്ചിട്ട് പോരുന്നില്ല, എന്നാൽ വൃത്തികേടിട്ട് എത്ര ഉയർത്തിയിട്ട് മാറുന്നില്ല. എന്നും ഇതുപോലെ എന്നും കുറേ ഇരുന്ന് ഉയർത്തും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആദ്യം അത് റിമൂവ് ചെയ്യണമായിരുന്നു. അന്ന് എളുപ്പപ്പണി കാണിച്ച് ഇന്നിപ്പോൾ പണി കിട്ടി. എന്തായാലും ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് കണ്ടിട്ട് ആശാനും ഇതേപോലെ സെൽഫി സ്റ്റിക്കൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഓൻ്റെ ഭാഗമായിട്ട് ഓനക്കും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഭാവിയിൽ ചിലപ്പോൾ ഇതൊക്കെ കണ്ടിട്ടൊരു വ്ളോഗർ ആവാണ്ടാവും ഇൻഷാ അല്ലാ. പിന്നെ ഓൻ എന്ത് കോപ്രായം കാണിച്ചു വെച്ചാലും, പിന്നെ എന്ത് എടുങ്ങാറാക്കിയാലും, എന്ത് ബുദ്ധിമുട്ടാക്കിയാലും ഞാൻ പിന്നെ ഒന്നും ഉണ്ടല്ലോ. കാരണം സ്ക്രീൻ ടൈം കുറഞ്ഞിട്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ ഫോണുമ്പോൾ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഫോണൊക്കെ മാറ്റി വെച്ചതുകൊണ്ടാണ് ഈ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കാണേണ്ടി വരുന്നത്. ഫോണുണ്ടെങ്കിൽ പിന്നെ ആശാൻ ഇവിടെ ഒന്നും കാണില്ല. ഞാൻ പിന്നെ അത് മാറ്റി വെച്ചതാണ് കുറച്ച് നേരം. ഇനിയിപ്പോൾ എന്ത് കാണിച്ചാലും വേണ്ടിയില്ല എന്നുള്ള രീതിയിൽ
എന്തായാലും ഞാൻ പാത്രം മോറുന്ന നല്ല തിരക്കിലായിരുന്നു. ആശാൻ വന്നിട്ട് സെൽഫി സ്റ്റിക്കർ ഇതിന് കുറേ മേടുന്നതും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നല്ല ബിസിയല്ലേ പാത്രം മോറുന്നത്. ഓനെ എൻ്റെ ഫോണിൻ്റെ ക്യാമറ തല്ലി പൊട്ടിക്കാനിത് ഭാഗ്യം. ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ, വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ശരിക്കും ഇത് കാണുന്നത്. അല്ലോ എൻ്റെ ക്യാമറക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ലല്ലോ എന്നുള്ളതിൽ. സത്യം അത് പുതിയ സെൽഫി സ്റ്റിക്കാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവൻ കാണിക്കുന്നത് എനിക്കും പുതിയതുണ്ട്, എൻ്റെ അടുത്തുണ്ട്, ഞാനും വ്ളോഗ് ചെയ്യുന്നുണ്ട്, ഇത് കണ്ടോളുന്ന രീതിയിൽ കാണിക്കാൻ തോന്നുന്നു ക്യാമറയിൽ. ഇഷ്ടം പോലെ പാത്രം ഓരാണ്ട്, ഇഷ്ടം പോലെ ഒന്നും ഇല്ല എന്നാലും കുറച്ചൊക്കെ പാത്രം ഓരാണ്ട്. അതിനിടയ്ക്ക് എനിക്ക് കാര്യം ഓർമ്മ വന്നത്, എനിക്ക് തോന്നുന്നു ഞാൻ പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ ഗേൾസ് മോംസിന് അത്ര റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, എനിക്കറിയില്ല. പക്ഷേ അഫ്കോഴ്സ് ബോയ്സ് മോംസിന് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനും കരുതിയിരുന്നത് ഇവനക്കൊന്നും നമ്മളത്ര നമ്മളെ ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മളെ വേദനകളൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂല, നമുക്ക് ഇത്ര വയ്യായി വന്നാലൊന്നും അവരത് അത്ര പെട്ടെന്ന് ക്യാച്ച് ചെയ്യൂല, ശ്രദ്ധിക്കൂല. അവരവരുടേതായ കളിയിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കും. പ്രത്യേകിച്ച് ഫോണിലൊക്കെ ആണെങ്കിൽ അവർ തീരെ നമുക്കത് വയ്യായി വന്നാൽ അറിയണ്ടാവില്ല എന്നൊക്കെ ഞാൻ കരുതിയത്. ഇന്നലെ ഭയങ്കരമായിട്ടുള്ള ചെവിവേദന വെച്ചാൽ ഭയങ്കര ചെവിവേദന. നോമ്പ് തുറന്നതിന് ശേഷം എനിക്ക് ശ്വാസം എടുത്ത് വിടുന്ന സമയത്തൊക്കെ ചെവിയിൽ നിന്ന് ഭയങ്കര കുത്തുന്ന വേദന. അപ്പോൾ ചെറുതായിട്ട് ഞാൻ യോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇവൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്, ഫോണിൽ എന്തോ കാർട്ടൂൺ എന്തോ കാണുകയാണ്. അപ്പോൾ ഇവനത് കാണുന്ന എനിക്ക് വയ്യ. പിന്നെ ചോദിച്ച് ഉമ്മച്ചിക്ക് വയ്യ എന്താക്കും എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞേ അറിയില്ല ഉമ്മച്ചിക്ക് വയ്യടാ, ചെവി വേദനയാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായി. അവൻ നോട്ടീസ് ചെയ്തപ്പോൾ എൻ്റെ മുഖമൊക്കെ മാറിയിട്ടുണ്ട്, കണ്ണെന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് സങ്കടമായി, പെട്ടെന്ന് എന്താ പാനിക്കായി പോയി ചെക്കന്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നിട്ട് പെട്ടെന്ന് എണീച്ചിട്ട് പെട്ടെന്ന് പാനിക്കായിട്ട് എണീച്ച് പോയിട്ട് ഞാൻ പോയിട്ട് ആൻറ്റിനെ പോയി വിളിക്കട്ടായിരുന്നു ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ നെയ്ബർ ചേച്ചിയാണ്. ഞാനും ഫിറോസിനും ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് അവൻ അങ്ങോട്ടേക്ക് ആക്കാറുണ്ട്. അപ്പോൾ ചേച്ചിനെ പോയി വിളിക്കട്ടെ, ഞങ്ങൾ കരഞ്ഞോണ്ടൊന്ന് പറയും, ഞാൻ പോയി ആൻറ്റിനെ പോയി വിളിക്കട്ടെ അങ്ങോട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ലടാ, എനിക്ക് അത്ര പ്രശ്നമൊന്നുമില്ല, എനിക്ക് മരുന്ന് പിടിച്ചാലൊക്കെ മാറും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ സാധാരണയാണ്, ചെവിവേദന ഇങ്ങനെയൊക്കെ വരും, കുഴപ്പമൊന്നുമില്ല ഉമ്മച്ചിക്ക് ഇങ്ങനെ സഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ എന്നിട്ടും എനിക്ക് സമാധാനമില്ല. എന്നാൽ ഞാൻ പപ്പനെ വിളിച്ച് പറയാം എന്താക്കും, ഇന്ന് ഞാൻ പപ്പനെ വിളിച്ച് പറയാറുണ്ട്. എന്നിട്ട് ഫിറോസ്കർക്ക് നമ്പർ എനിക്ക് കാണാതെ അറിയാം. എന്നിട്ട് എൻ്റെ ഫോണെടുത്ത് വിളിച്ച് വെച്ച് തീരെ വയ്യ വേഗം വരണം എന്നൊക്കെ പറഞ്ഞ് ചെവിവേദനയാണെന്നൊക്കെ പറഞ്ഞ് വെച്ച്. എന്നിട്ട് പിന്നെ അവൻ ഫോണിൽ അങ്ങോട്ട് ഫോണിൽ മുഴുകിയിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് എന്നെ നോട്ടീസ് ചെയ്യണൊക്കെ ഞാൻ നോക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടും ഫിറോസ്കർ കാണണ്ടായപ്പോൾ വീണ്ടും വിളിച്ച്, പപ്പ വരാണ്ട് എത്ര സമയം എടുക്കും, ഉമ്മച്ചിക്ക് തീരെ വയ്യല്ലോ, പപ്പ എന്താ ലേറ്റ് ആവണമെന്ന് ചോദിച്ചിട്ട്. ഞാൻ അതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വന്നു. വയ്യാത്ത സമയമാണെങ്കിലും ഭയങ്കരമായിട്ട് സന്തോഷം വന്നു. കാരണം അവൻ്റെ ഒരു എന്താ പറയുക, ഞാൻ അത്ര പ്രതീക്ഷിച്ചിട്ടില്ല അവൻ്റെ അടുത്തുനിന്ന്. ഒരിക്കലും എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നു, അവൻ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സത്യം സന്തോഷം സങ്കടം വന്നൊരു സമയമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ബോയ്സ് മോംസിന് ഇങ്ങനത്തെ സംഭവങ്ങൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും, ടച്ചിങ് ആയിരിക്കും. ഗേൾസ് മോംസിന് മേ ബി ഗേൾസ് ഓൾറെഡി എനിക്ക് തോന്നുന്നു അമ്മമാരെ ഒട്ടി നടക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി അവർക്ക് വയ്യാണ്ടാവുന്ന സമയത്ത് അവർ ഡിപ്പെൻഡ് ആയതുകൊണ്ട് കുറച്ചും കൂടി ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാരാണ് ഗേൾസ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പാത്രം മോരി കഴിഞ്ഞാൽ തന്നെ നമ്മളെ പകുതി ഭാരം കുറഞ്ഞ് കിട്ടിയില്ലേ, പകുതി ജോലി കുറഞ്ഞ് കിട്ടി. ഇനിയിപ്പോൾ കുറച്ച് ജോലി കൂടി ബാക്കിയുള്ളൂ. നമ്മളൊരു വൃത്തിയായി കഴിഞ്ഞാൽ തന്നെ എനിക്കിഷ്ടം അങ്ങനെ കേട്ടോ, ഒന്ന് വൃത്തിയായി കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ബാക്കി പണിയെടുക്കാൻ വേണ്ടിയിട്ട്. പരന്ന് കിടക്കുമ്പോൾ ഭയങ്കര മടിയാണ്. ചില സമയത്ത് ഓഫറുടെ സമയത്തൊക്കെ ഫുൾ വൃത്തിയാക്കണം, ഫുള്ള് ക്ലീൻ ആക്കണം, അങ്ങനെ ആക്കണം ഇങ്ങനെ പ്ലാൻ ചെയ്യും. പക്ഷെ ഇതൊക്കെ എടുക്കാറുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ഇരിക്കും. കുറേ നേരം ഫോണും നോക്കി സ്ക്രോൾ ചെയ്തിട്ട് ഒരുപാട് സമയം കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്താക്കുന്നുള്ളതിൽ മൂടും പോയിട്ട് വേണോ വേണ്ടോ എന്ന് വെച്ചിട്ട് ചെയ്യലൊക്കെ ഉണ്ട്. ഇതെന്തായാലും പെട്ടെന്ന് ഞാൻ പണിയൊക്കെ തീർക്കുന്നുണ്ട്. ഈ ഡിസ്പെൻസർ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഡിറ്റർജൻറ്റ് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഡിറ്റർജൻറ്റ് ഇങ്ങനെ ഡയറക്റ്റ് ഒഴിക്കല ഇപ്പോൾ പതിവ്. കാരണം മടിയാണ് അതിൽ നിറക്കാൻ വേണ്ടിയിട്ട്. കുറേ ദിവസമായി ഇത് കാലിയായി കിടക്കുന്നു. പക്ഷേ ഇപ്പോഴാണ് ഞാൻ കുറച്ച് നിറച്ചത്. പക്ഷെ കുറേ നിറച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് അത് നമ്മൾ നാശമായി പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കുറച്ച് നിറച്ച് വെച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ വേഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നിറക്കാമല്ലോ. പക്ഷേ എനിക്കുള്ള ഇഷ്ടവും മറ്റേത് ഡയറക്റ്റ്ലി എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കൂടുതൽ പദം ഉണ്ടാവും. എൻ്റെ അമ്മ അത് കാണണ്ട, എൻ്റെ അമ്മയ്ക്ക് കുറേ വെള്ളം പറഞ്ഞ് ഡയലൂട്ട് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യല്, ചീത്ത പറയൂ. എൻ്റെ അമ്മ കാണണ്ടതൊന്നും. നമ്മളൊക്കെ വീട്ടിൽ ഗൾഫിൽ നിന്ന് ആരെയും വരുന്ന സമയത്താണല്ലോ ഈ ഫെയറൊക്കെ കൊണ്ടുവരിക. അപ്പോൾ അടുത്ത വരുന്ന വരെയുള്ളത് ഇവർ കരുതി വെക്കും. അങ്ങനെ രീതിയിൽ അവർ യൂസ് ചെയ്യുക, വെള്ളം പറഞ്ഞ് ഡയലൂട്ട് ചെയ്ത് മാക്സിമം എന്താ പറയുക ഡയലൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുക. നമ്മളെപ്പോലെ ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഉമ്മമാരെന്തായാലും യൂസ് ചെയ്യൂല. അവരത് കാണണ്ട, അവർ കണ്ടു കഴിഞ്ഞാൽ അവർക്കത് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എൻ്റെ ഉമ്മ പിന്നെ വ്ളോഗൊന്നും കാണൂല എന്നുള്ള ഒരു തോന്നലിലാണ് ഞാനിത് പറയുന്നത്. എന്തായാലും പാത്രമൊക്കെ കഴുകി നല്ല സെറ്റാക്കിയിട്ടുണ്ട് കിച്ചണ്. ഇനി അടിച്ച് വരണം, തുടയ്ക്കണം.
പിന്നെ അടിച്ച് വാരി തുടക്കണം. എൻ്റെ ഈ അടിച്ച് വാരലിൻ്റെ തുടക്കലിൻ്റെ പാറ്റേൺ കണ്ടിട്ട് അറിയില്ല. ഞാൻ ചൂലെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ കുട്ടി അപ്പം മൈക്ക് ഓണാക്കും, ഐ മീൻ സ്പീക്കർ ഓണാക്കും, എന്നിട്ട് പാട്ടിട്ടിട്ട് അപ്പുറത്ത് തുള്ളും, ഞാൻ ഇപ്പുറത്തുനിന്ന് അടിച്ച് വാരും. എന്തായാലും എനിക്കത് ഭയങ്കര എനർജറ്റിക് ആട്ടോ, എനിക്ക് ഭയങ്കര ആവേശം അത് കാണുമ്പോൾ. പക്ഷെ തുടക്കുന്ന സമയത്ത് നമുക്ക് അത്രക്കണ്ട് ഇഷ്ടാവില്ല, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി എന്താ പറയുക അടിച്ചു വരുന്ന സമയത്താണെങ്കിലും എന്തെന്നറിയില്ല, അതുവരെ സോഫയിൽ ഇരിക്കുക എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുകയാണെങ്കിലും ആ സമയത്ത് ഇവർക്ക് തുള്ളേണ്ടി വരും. പക്ഷേ ഇവന് ഇതിന് മുന്നേ മൈക്ക് എടുത്തുകൊണ്ട് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് കണ്ടിട്ട് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്ന ആൾ, അതിനെ വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയതാണ്, കിട്ടിയില്ല. എന്തായാലും അവൻ്റെ ഡാൻസും കൂത്തും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് സമയത്തേക്ക് ഇത് തന്നെ ആയിരിക്കും, സ്പീക്കറിൻ്റെ ചാർജ് തീരുന്ന വരെ ഇനിയിപ്പോൾ ഇത് തന്നെ ആയിരിക്കും. ആളൊരു ഡാൻസറാണ്, സോ അതിൻ്റേതൊക്കെ ഇതിൽ കാണാനുണ്ടാവും കേട്ടോ. ഡാൻസിനേക്കാൾ കൂടുതൽ ഫ്ലിപ്പിംഗ് ആയിരിക്കും കാണേണ്ടി വരും, കാരണം അവൻ അതിനൊരു അഡിക്റ്റഡ് ആണ്. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടം വെച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട സ്റ്റെപ്പ് ഇടലാണ് അവൻ്റെ രീതി. തുള്ളലും അറിയല്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ഡാൻസ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ സോഫ നീക്കുന്നുണ്ട്, വണ്ടി വന്നിട്ടുണ്ട്, സ്പീക്കർ എങ്ങാനും വീഴുന്നുണ്ട്. ഉമ്മച്ചി വീട്ടല്ലേ വെച്ച് നോക്കണമെന്ന് പറഞ്ഞു, നീക്കല്ലെന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും ഞാനും അപ്പോഴാണ് ശ്രദ്ധിച്ചത്. അങ്ങനെ ഇനിയിപ്പോൾ ഇത് എപ്പോഴാണ് അങ്ങോട്ട് നിർത്തല്, ഇതിന് സ്വിച്ചൊന്നുമില്ല. ഞാൻ അടിച്ച് വരാൻ തുടക്കാനൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവിടെയുള്ള എല്ലാ അലമ്പായിട്ടുള്ള അവൻ്റെ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഓരോ കൂടെ തന്നെ ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ അടിക്കാനും തുടക്കാനൊക്കെ നിൽക്കൽ. എല്ലാം അലമ്പായി കിടക്കായിരിക്കും, ഇതുപോലൊന്നും ആയിരിക്കില്ല. അതൊക്കെ ഇപ്പോൾ ഞാൻ ഓൾറെഡി വൃത്തിയാക്കിയതുകൊണ്ടാണ് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ വീട് കിടക്കൽ. അവൻ്റെ എല്ലാ ടോയ്സും എല്ലാ രീതിയിലുള്ള ടോയ്സും ഇവിടെയൊക്കെ ചിന്തി ചിതറി കിടക്കുന്നുണ്ടാവും. ഷാഷാനൊക്കെ എടുത്ത് വെച്ച് അന്ന് എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യലുണ്ട്. മാഷാഅല്ലാ, നല്ല രീതിയിലൊക്കെ വൃത്തിയാക്കി തന്ന്, ടേബിളും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി തന്ന്. പിന്നെ അടിച്ച് വാരി തുടക്കൽ ഇന്നലെ ഉണ്ട് പോയിട്ട് മോപ്പൊക്കെ എടുത്ത് കൊണ്ടുവരുന്നത്. ഞാൻ ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്തപ്പോൾ ഓനെ 2 പൊക്കിൽ പൊക്കി കൊടുത്താൽ ഓനെ നല്ല പണിയെടുത്ത് തന്നോളും. നല്ല കോംപ്ലിമെൻ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഓൻ്റെ ആദ്യത്തെ ഡാൻസ് കഴിഞ്ഞ് അതിനിടയ്ക്ക് ഞാൻ കുളിക്കാനൊക്കെ പറഞ്ഞയച്ച് തന്നെ കുളിച്ചൊക്കെ വന്നിട്ടും ആശാന് വീണ്ടും സ്പീക്കറൊക്കെ വെച്ച് അടുത്ത ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സ്ക്രീന് ടൈമില്ലാത്തതിൻ്റെ കേട്ടോ കാണാനുള്ളത്. സ്ക്രീൻ മൊബൈൽ കിട്ടിയതൊന്നും നമുക്ക് കാണാൻ പറ്റൂല. ഇതൊക്കെ ഞങ്ങളെ വീട്ടിലെ ഓഫ്ലൈൻ പ്രോഗ്രാമുകളാട്ടോ. അവൻ്റെ തുള്ളൽ കണ്ടപ്പോഴേ തോന്നിയിട്ടുണ്ട്. അങ്ങനെ എവിടെയോ വെച്ച് കാലെന്തോന്ന് വാതിലടിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മുറിവൊന്നും ആയിട്ടില്ല, ബ്ലഡൊന്നും വരുന്നില്ല. പക്ഷേ അവൻ്റെ പപ്പ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വേഗം പുറത്തേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ അത് കണ്ടിട്ടുള്ള ഒരു കള്ളത്തരാണിത്. എനിക്ക് ഗെയിം വെച്ചുകൊണ്ടാ അല്ലെങ്കിൽ പപ്പ ഇവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫിറോസ്ഖാനെ വീട്ടിൽ നിർത്താനുള്ള അടവാണ് ഈ കാണുന്നത്. അങ്ങനെ ഫിറോസ്ഖ എന്താക്കി, ഓനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗോസൊക്കെ എടുത്ത് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കെട്ടിലും നോക്കിയിട്ട് ഈ ഗെയിം കളിക്കണമെന്ന് ഗെയിം ഫോണൊക്കെ വാങ്ങി ഗ്യാപ്പിൽ അവനോട് ഇരുന്ന് റെസ്റ്റ് എടുക്കുകയാണ്. കെട്ടിയപ്പോൾ എനിക്ക് സമാധാനം, ഓക്കെ എനിക്ക് റെസ്റ്റ് എടുക്കാനുള്ള രീതിയിൽ. അങ്ങനെ ഫിറോസ്ഖ ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്ത് കൊടുത്ത് ഫിറോസ്ഖക്ക് പോകണമല്ലോ, അല്ലെങ്കിൽ ഫിറോസ്ഖനെ വിടൂല. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മടി പിടിച്ച് പോയിട്ടോ. അങ്ങനെ മടി പിടിച്ച് കുറച്ചൊക്കെ ഫോൺ നോക്കി സ്ക്രോൾ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വന്ന് തുടക്കേണ്ടത്. പിന്നെ നമ്മളെ വീട്ടിലാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്താൽ മതിയല്ലോ. നമുക്ക് ആരും പറയാനും നമ്മളോട് ആരും ചോദിക്കണമെന്നില്ലല്ലോ. വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യണ്ട. അത് കഴിഞ്ഞപ്പോഴേക്കും നല്ല ക്ഷീണം വന്ന് നല്ല ലബാനൊക്കെ എടുത്ത് കുടിച്ചു. എന്താണെന്നറിയില്ല, ഓരോ പണി കഴിയുമ്പോഴും ഭയങ്കര ക്ഷീണം. അപ്പോൾ ഓരോ ലബാന് കുറേശ്ശെ എടുത്ത് കുടിച്ചിട്ട് ക്ഷീണം അപ്പം തന്നെ മാറുന്നുണ്ട്. എന്തായാലും ആശാൻ ഇനി കുറച്ച് നേരത്തേക്ക് ഈ സോഫയിൽ തന്നെ ആയിരിക്കും. അങ്ങനെ രാത്രിയായപ്പോൾ ഫിറോസ്ഖ ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷവർമൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഓന് സ്റ്റാൻഡൊക്കെ വെച്ച് സെറ്റാക്കി ഫോൺ കാണാനുള്ളതൊക്കെ സെറ്റാക്കി ശേഷമൊക്കെയാണ്. ഇപ്പോൾ ഷവർമ അല്ല, ഇനിയിപ്പോൾ ഉള്ളിവട ആണെങ്കിലും ആശാൻ അങ്ങനെ ഇരിക്കുള്ളൂ കേട്ടോ. ഓന് അങ്ങനെ ഭയങ്കര സെറ്റപ്പിലാണ് ഫുഡ് കഴിക്കൽ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഇവനൊന്ന് പഠിപ്പിക്കാൻ എടുത്താൽ. ഇനിയിപ്പോൾ അത് വലിയൊരു ടാസ്ക് ആയിരിക്കും. ഞാൻ അതിനുള്ള പ്ലാനിലാണ്. ഞാൻ പറയുന്നുണ്ട് ഫുഡൊക്കെ വേഗം കഴിക്കിട്ടാന്ന്. സ്കൂൾ പൂട്ടിയാലും എന്താ നമുക്ക് മദ്രസ ഉണ്ടല്ലോ പഠിക്കാൻ. ഇനി മദ്രസയിൽ എക്സാം വരുന്നുണ്ട്. ഇനി പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള പുറപ്പാടുകളാണ്. അത് ഫെയിലാകുമ്പോൾ നീക്കിട്ടോ, പഠിക്കാനുണ്ട്. എങ്ങനെ വിളിച്ചാലൊന്നും ഓൻ നീക്കാൻ പോകുന്നില്ല. ഓനെ നീപ്പിക്കണമെങ്കിൽ കുറച്ച് അടവുകളൊക്കെ പ്രയോഗിക്കണം, അല്ലെങ്കിൽ കുറച്ച് സോപ്പ് ഇടണം. ഇതിപ്പോൾ സോപ്പ് ഇട്ടാലേ കാര്യമുള്ളൂ. സോപ്പ് ഇടുന്ന ഇടയ്ക്ക് ആശാൻ പോയി ഒളിച്ചിരുന്നിട്ടുണ്ട് അടുക്കളയിൽ പോയിട്ട്.
ഞാൻ പോയി എന്തായാലും ലേറ്റ് ഓഫ് ആക്കിയാൽ ആശം വരും. എന്നിട്ട് അവിടെ പോയി ഒളിച്ചിരിക്കുകയാണ്. പിന്നെ അധികം സ്ഥലമൊന്നും ഇല്ലല്ലോ ഇവർക്ക് ഒളിച്ചിരിക്കാനും പിന്നെ മറിഞ്ഞിരിക്കാനും ഒന്നും, പെട്ടെന്ന് കണ്ടുപിടിക്കല്ലോ നമുക്ക്. ഇനി എന്താക്കിയിട്ട് കാര്യമില്ലേ, ഞാൻ പഠിപ്പിക്കണം വിചാരിച്ചാൽ പഠിപ്പിക്കുമല്ലോ. അങ്ങനെ ഒരു വിധത്തിൽ ഫിറോസ്ഖനെ ഞാൻ രംഗത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് നടക്കൂല, ഫിറോസ്ഖൻ കൂടി കഴിഞ്ഞാൽ നടക്കുള്ളൂ. ഫിറോസ്ഖ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫിറോസ്ഖ നീറ്റ് വരി, അല്ലെങ്കിൽ ഓനെ അവിടെ നിന്ന് നീപ്പിക്കലുണ്ടാവില്ല, പൊക്കി എടുത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട്. പഠിപ്പിക്കാൻ ഇരിക്കാനാണ് ഏറ്റവും പ്രയാസം, പഠിപ്പിക്കുന്നേക്കാളും. അതിന് 1 അവർ വേണം, ഈ പഠിപ്പിക്കാൻ 1 അവർ അതും വേണം. അങ്ങനെ ബുക്കൊക്കെ എടുത്ത് കൊടുത്തപ്പോൾ എനിക്കപ്പോൾ പിക്ചറൊക്കെ വരക്കണം. ഇനിയിപ്പോൾ അതങ്ങനെയാണ്, പഠിപ്പിക്കാൻ ഇരിക്കുന്ന സമയത്ത് അവർക്ക് പിക്ചർ വരക്കണം, മൂത്രമൊഴിക്കണം, ഭക്ഷണം കഴിക്കണം. ഓൾറെഡി ഭക്ഷണം കൊടുത്തതോടെ ഇനിയിപ്പോൾ അതൊരു ഓപ്ഷന് പറയാനില്ല. എന്തായാലും അറബിയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ബുക്കൊക്കെ നോക്കുന്ന സമയത്ത് ഓനിരുന്ന് ചിത്രം വരയ്ക്കുകയാണ്. അപ്പോൾ ഫിറോസ്ഖയും വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കില്ല, 2 ആളും കൂടി പഠിപ്പിച്ചാലാണ് നമുക്കും വലിയ സ്ട്രെയിൻ ഇല്ലാണ്ട്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യവും, ഈ ഏറ്റവും ദേഷ്യം വരുന്ന സമയം, അല്ലെങ്കിൽ ഏറ്റവും നമ്മളെ കൺട്രോൾ പോകുന്ന സമയമാണല്ലോ പഠിപ്പിക്കൽ, ക്ഷമ നശിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ എന്തായാലും കുറച്ച് പഠിപ്പിച്ചിട്ട് ഇനി ബാക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പഠിപ്പിക്കലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ഇവനെ പഠിപ്പിക്കാണ്ട് കുറേ സ്കിപ്പായി പോയിട്ടുണ്ട്. പിന്നെ ഒരു സമയത്ത് റിയലൈസേഷൻ വന്ന് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, പഠിപ്പിക്കാനുള്ള രീതിയിൽ പിന്നെ കുറച്ച് കാലം ഇരുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സമയം 2:20, പകലല്ല കേട്ടോ, അത് രാത്രിയാണ്. ചെക്കന് ഉറക്കമൊന്നുമില്ല, ഇരുന്ന് ഫോണ് കളിക്കുകയാണ്. ഞാൻ കുറച്ച് നേരം ഫോൺ നോക്കാൻ നേരത്തെ എഡിറ്റ് ചെയ്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇവൻക്ക് ഇതാ പണി, ഫോണ് കളിച്ചിരിക്കുക. പിന്നെ കുറച്ച് പാത്രം കൂടി ഉണ്ടായിരുന്നു നമ്മളെ കിച്ചണിൽ. പിന്നെ അതൊക്കെ കഴുകിയിട്ട് കിടക്കാൻ നിർത്തി. ഇല്ലെങ്കിൽ പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ മടി പിടിക്കും, പിന്നെ ആ ദിവസത്തെ മൂടങ്ങ് പോവും. സോ അതും കൂടി കഴുകി വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് സമാധാനത്തിൽ കിടക്കാമല്ലോ.